ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥിക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച യുവാവ് ബെൻ തോമസ്. ബ്രില്യന്റിന്റെ ക്ലാസ് മുറികളിൽ നിന്ന് ലോകത്തെ ഏറ്റവും മികച്ച ടെക് ഭീമന്മാരായ ഒറാക്കിളിലേക്ക്. ഞാൻ ഇപ്പോൾ ഹൈദരാബാദില് ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനിയിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന റോളിൽ വർക്ക് ചെയ്യാണ്. ഇന്ന് ബ്രില്യന്റിലേക്ക് ബെൻ വീണ്ടും എത്തുകയാണ്. ഒരുപാട് അനുഭവങ്ങളുമായി, അതിലേറെ വിജയഗാഥകളുമായി. ഞാൻ ഇതിന് മുമ്പ് കോച്ചിങ് ഒന്നും പോയിരുന്നില്ല. ഞാൻ റെസിഡൻഷ്യലിലോട്ട് ഡയറക്റ്റ് ബ്രില്യൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് അവിടുന്ന് മാന്നാനം റെസിഡൻഷ്യൽ ബാച്ച് അഡ്മിഷൻ എടുക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളത് അതൊരു ഭയങ്കര വലിയൊരു വിജയം തന്നെയാണ് ഞാൻ കരുതുന്നു. അതിന് ബ്രില്യൻറ്റ് കുറേ സഹായിച്ചിരുന്നു. ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു രീതിയിലുള്ള സപ്പോർട്ടാണേലും ബ്രില്യൻറ്റ് നമുക്ക് എന്ത് കാര്യം നമ്മൾ ചോദിച്ചാൽ അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയിട്ടാണേലും ബ്രില്യൻറ്റ് നമുക്കത് ചെയ്തു തരും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകിയ കാര്യം. +1 +2 കാലഘട്ടത്തിൽ ബ്രില്യന്റിനൊപ്പം മെയിൻ അഡ്വാൻസ്ഡ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ആ നാളുകൾ, കഠിനാധ്വാനത്തിന്റെ ഫലം അദ്ദേഹത്തെ എത്തിച്ചത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ NIT കാലിക്കറ്റിൽ. അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം. അടിപൊളി എന്ന് തന്നെ പറയണം. നമ്മളൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെ പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ആൻഡ് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, ദാറ്റ് ഇസ് ഓൺ അനദർ ലെവൽ. നമുക്കിവിടെ പഠിക്കുമ്പോൾ ഇതാണ്, സാറുമാർ വന്നിട്ട് പറയും കോളേജ് എന്നാൽ അടിപൊളിയാളെ അടിച്ചു പൊളിക്കാം, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ അടിച്ചു പൊളിക്കാന്ന് പറയും. ദാറ്റ്സ് ഓൾ ട്രൂ. എത്രത്തോളം ചലഞ്ചിങ് ആണെങ്കിലും ആ സമയത്ത് ഇതെല്ലാം ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിരുന്നെങ്കിലും, സെറ്റ് ബാക്ക് ആണെങ്കിലും ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് മൈ ലൈഫ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയൊരു ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം നമുക്ക് തരുന്നത് അത് ഭയങ്കര വിജയം തന്നെയാണ്. താൻ പഠിച്ചു വളർന്ന ബ്രില്യന്റിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അത് വെറുമൊരു സന്ദർശനമല്ല, വരും തലമുറയിലെ എഞ്ചിനീയർമാർക്കുള്ള വലിയൊരു പ്രചോദനമാണ്. ഇതുപോലത്തെ നമ്മൾ ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രീമിയർ ടോപ്പ് ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഒരു ലെവല് അല്ലെങ്കിൽ അവർ തരുന്ന പാക്കേജസ്, ഇതെല്ലാം ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പം എൻ്റെ NITs ലെവലാണെങ്കിൽ ഈവൻ ലാക്സ് പെർ ആനം ഏൺ ചെയ്യുന്ന ജോബ്സ് ഉണ്ട്. അതുപോലെ IITs ചെല്ലുവാണെങ്കിൽ ടോപ്പ് ടയർ IITs ക്രോർസ് പാക്കേജസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ ഒരു വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്പനീസ് നമ്മളെ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പം അതൊരു വലിയ കാര്യമാണ്. എനിക്ക് സാപ്പിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ലോകത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ദിശ തീരുമാനിക്കുന്ന എല്ലാ കമ്പനീസിലും ഏകദേശം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ തുടങ്ങുന്നത് എൻ്റെ ആ ഒരു ബ്രില്യൻ്റ് ജേർണിയിൽ നിന്നാണ്. ബ്രില്യൻ്റ് ജേർണിയിൽ നിന്ന് പിന്നെ NIT കാലിക്കറ്റ് വഴി. അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് നമുക്ക് ഓരോ സമയത്തും നമ്മുടെ നെറ്റ്വർക്ക് അത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ എക്സ്പാൻഡ് ആയി പോവാണ്. പഠിക്കുമ്പോഴുള്ള പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന നിലയിൽ ആഗോളതലത്തിൽ ശോഭിക്കുന്നത് എങ്ങനെ? ബെൻ തോമസ് തന്റെ വിജയവഴികൾ നിങ്ങൾക്കായി തുറന്നു പറയുന്നു. ഹായ് ആസ്പിരൻസ്, 2026 മെയിൻ അഡ്വാൻസ്ഡ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ടെൻഷനിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റാൻ നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ബ്രില്യൻറ്റിന് തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ബെൻ തോമസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മെയിൻസ് അഡ്വാൻസ്ഡിൻ്റെ ഒക്കെ ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്, അതുപോലെ ആഫ്റ്റർ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുക ആൻഡ് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് സെറ്റിൽ ആവുന്നതെന്നൊക്കെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബെന്നിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാനിപ്പോൾ ഹൈദരാബാദിൽ ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനിയിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന റോളിൽ വർക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഞാൻ ജൂൺ 2024 ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 year ആയി. ഓക്കെ. അപ്പോൾ നമ്മുടെ ആസ്പിരൻസിന് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം ബെന്നിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടം തന്നെയാണ്. അതെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ.
ഞാൻ മാന്നാനത്തിൽ 2018 മുതൽ 2020 വരെ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഞാൻ 2020 ആ കോവിഡിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ജെയ് കൊടുത്തിരുന്നത്. ജനുവരിയിൽ ഇതുപോലെ ഇപ്പം വരുന്ന പോലെ തന്നെ എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡിലേ ഉണ്ടായി. അത് കഴിഞ്ഞ് ആയിരുന്നു എനിക്ക് എക്സാംസ് വന്നിരുന്നത്. അതായിരുന്നു എൻ്റെ ജെയ്. ആ ഒരു ടൈമായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ആ ഒരു പഠിച്ചത് എപ്പോഴാണെന്നുള്ളത് പറഞ്ഞു. എങ്ങനെ പഠിച്ചു എന്നുള്ളൊരു കാര്യം കൂടി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് വലിയൊരു ആവശ്യകതയാണ്. ഞാൻ ഇതിന് മുമ്പ് കോച്ചിങ് ഒന്നും പോയിരുന്നില്ല. ഞാൻ റെസിഡൻഷ്യലിലോട്ട് ഡയറക്റ്റ് ബ്രില്യൻറ്റിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് അവിടുന്ന് മാന്നാനം റെസിഡൻഷ്യൽ ബാച്ച് അഡ്മിഷൻ എടുക്കുകയായിരുന്നു. ജോയിൻ ചെയ്തപ്പോഴായിരുന്നെങ്കിലും നമ്മൾ കോച്ചിങ്ങിന് പോകാത്തതുകൊണ്ട് ആദ്യമൊക്കെ എൻ്റെ റാങ്കുകൾ ഇച്ചിരി മോശമായിരുന്നു, പുറകോട്ടായിരുന്നെങ്കിലും പിന്നീട് ഇവിടെ നിന്നുള്ള സപ്പോർട്ട് കാരണം സ്കൂളാണേലും വളരെ സപ്പോർട്ടീവായിരുന്നു. കൂടെയുള്ള പിയേഴ്സ് ആണേലും നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പിയേഴ്സ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് തോന്നിയിരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളത് അതൊരു ഭയങ്കര വലിയൊരു വിജയം തന്നെയായി ഞാൻ കരുതുന്നു. അതിന് ബ്രില്യൻറ്റ് കുറേ സഹായിച്ചിരുന്നു. ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു രീതിയിലുള്ള സപ്പോർട്ടാണേലും ബ്രില്യൻറ്റ് നമുക്ക് എന്ത് കാര്യം നമ്മൾ ചോദിച്ചാൽ അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയിട്ടാണേലും ബ്രില്യൻറ്റ് നമുക്കത് ചെയ്തു തരും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകിയ ഒരു കാര്യം. ഇതിപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്കിപ്പം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് തന്നെ ഞാൻ പറയാം. ഞാൻ ഇതുപോലെ സ്ക്രീനിങ് ടെസ്റ്റ് ഞാൻ കോച്ചിങ് പോകാത്തതുകൊണ്ട് എനിക്ക് സ്ക്രീനിങ് ടെസ്റ്റ് റാങ്ക് കുറച്ച് എനിക്ക് ഏകദേശം 150 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു മാന്നാനം കിട്ടുമോ, അവിടെ സീറ്റ് അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ബ്രില്യൻറ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ് വെച്ചിരുന്നു. നമുക്ക് ഇതുപോലത്തെ ഈ സ്ക്രീൻ ടെസ്റ്റിന് അഡ്മിഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമയത്ത് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ഞാനും എൻ്റെ ഫാദറും പോയപ്പം ഇവരിങ്ങനെ ഞങ്ങൾ ജോർജ് സാറുമായിട്ട് സംസാരിക്കാൻ ഒരിടയായി. അപ്പം പുള്ളിയോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു, സാർ നമുക്ക് ഇങ്ങനെ 150 ആണ് റാങ്ക്, കയ്യിലൊക്കെ ഒരു സീറ്റ് കിട്ടുമോ, സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുമെന്നുള്ള ഉറപ്പാണ് ജോർജ് സാർ അന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞത്. അപ്പോൾ അത്ര ഒരു കോൺഫിഡൻസും ഏതൊരറ്റം വരെയും സ്റ്റുഡൻസിനെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻവയറമെൻ്റ് ആണ് മൊത്തത്തിൽ ബ്രില്യൻറ്റ്. നമുക്കിപ്പം ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും റെഫറൻസ് ബുക്സ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് സാറുമാരാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആണെങ്കിലും അതിപ്പോൾ ഒരു പഠിക്കുന്ന കൊച്ചിന് ഒരു ആവശ്യം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും ബ്രില്യൻറ്റ് വളരെ സപ്പോർട്ടീവാണ്. അതെൻ്റെ ഗ്രോത്തിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നിയിരുന്നു. അതിപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കോച്ചിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ലോ സ്റ്റേറ്റിൽ നിന്ന് കയറി വരാൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഇഷ്ടംപടി മോക്കുകളാണേലും ഇവിടെ രാജ്യത്തെ കിട്ടാവുന്നതിൽ ഏറ്റവും എവിടെ നിന്നൊക്കെ പേപ്പേഴ്സ് ഒപ്പിക്കാമോ അവിടെ നിന്നെല്ലാം ഒപ്പിച്ച് അതിൽ നിന്നൊക്കെ ഉള്ള എക്സ്പോഷർ നമുക്ക് തരാൻ ബ്രില്യൻറ്റ് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിരുന്നു. പിന്നെ സ്കൂളാണേലും ഇതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കൾച്ചറാണ്. റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും സ്കൂളും ബ്രില്യൻറ്റും കൂടി ഒത്തുചേർന്ന് ഭയങ്കര സപ്പോർട്ടീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയറമെൻ്റ് ആണ് എനിക്ക് മാന്നാനത്ത് നിന്നാണെങ്കിലും ബ്രില്യൻറ്റ് സൈഡിൽ നിന്നാണെങ്കിലും കിട്ടിയത്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇതിന് മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങുന്നവരായിട്ട് നമുക്കൊരു കോമ്പീറ്റിംഗ് ലെവൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ 2 ഇയേഴ്സിലേക്ക് മാത്രമാണ് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ ചുരുങ്ങുന്നത്. അവരവിടെ 5-6 വർഷം ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ നമ്മൾ 2 ഇയേഴ്സിൽ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിൽ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആ ഒരു എഫർട്ട് ഇടണമെങ്കിൽ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് അത് ബ്രില്യൻറ്റിന് നല്ലപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ബെൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിലൊരു കാര്യം പരാമർശിച്ചു, അതായത് ഒരുപാട് റാങ്കുകൾക്ക് പിന്നിലേക്ക് പോയിരുന്നു എന്നൊരു. അതെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ സെൽഫ് വാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ റാങ്കുകളൊക്കെ കുറച്ച് പിന്നിലേക്ക് പോയതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അതിൽ നിന്ന് ബീറ്റ് ചെയ്ത് മുന്നിലേക്ക് എത്തിയ ബെന്നിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ മോക്സും അറ്റംസും ബ്രില്യൻറ്റ് ഇഷ്ടംപടി നടത്തും. എനിക്ക് പേഴ്സണലി ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എല്ലാ അറ്റംപ്റ്റുകൾ എടുത്തു കഴിയുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നടത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. എൻ്റെ ഒരു സമയത്തും സീനിയേഴ്സ് തന്നൊരു വലിയ അഡ്വൈസ് ആയിരുന്നു ഇത്. ഞാനത് എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് പേഴ്സണലി എന്തെങ്കിലും വീക്ക്നെസ്സസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പം ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ടഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചിലപ്പം കുറേ സമയം കളഞ്ഞെന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഇനി നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും. നമ്മൾ ശരിയെന്ന് വിചാരിച്ച ഒരു ആൻസർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് ചിലപ്പം റിസൾട്ട് വരുമ്പോഴേക്കും അത് ചിലപ്പം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ആ മിസ്റ്റേക്കും നമ്മൾ തിരുത്താനും, അപ്പോൾ ആ അനാലിസിസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതായത് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് എവിടെയാണ് പാളിപ്പോയത്,
നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മുടെ തന്നെ ഒരു ഗ്രോത്ത് നമ്മൾ എൻ്റെ റാങ്ക് ഇവിടുന്ന് ഒരു 300കളിലാണ് 300 200കളിലോട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എവിടെയാണ്. പിന്നെ ഈ ഒരു ഞാനിപ്പോൾ റെസിഡൻഷ്യലിൽ പഠിച്ചപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴേക്കും ഈ നല്ല റാങ്കുകൾ കിട്ടുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടംപടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, ഓരോ എക്സാം കഴിയുമ്പോഴും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വഴി നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കി അതിൽ തെറ്റ് പറ്റിയത് എവിടെയാണെന്ന് നോക്കുക, വീക്കായിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാക്കി അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടിയില്ലെങ്കിലും നമുക്ക് സ്ലോലി മുന്നോട്ട് പോകുമ്പോഴേക്കും അവസാനം ഒരു എക്സാം ടൈം ആകുമ്പോൾ 2 വർഷത്തിൻ്റെ അവസാനം നമുക്ക് പയ്യെ നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാനും പറ്റും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോയത്. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് സക്സസ്ഫുൾ ടു. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട് വിദ്യാർത്ഥികൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതായിരുന്നു? എനിക്ക് ടഫായി തോന്നിയിരുന്നത് മാത്സ് ആണ്. ബേസിക്കലി എനിക്ക് കെമിസ്ട്രി കുറച്ചും കൂടി പെട്ടെന്ന് ഓർത്തിരിക്കാനും പിന്നെ ഫിസിക്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് മാത്സ് കുറച്ചും കൂടി എനിക്ക് കുറേയും കൂടി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരായിരുന്നു. പിന്നെ നമുക്ക് ആ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് സമയം ഞാൻ ചിലപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇഷ്ടംപടി സമയം ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെയും ഞാൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനും അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ സോൾവ് ചെയ്തെടുക്കാനും ഞാൻ കുറേ ശ്രമിച്ചിരുന്നു. മാത്സ് ആയിരുന്നു എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഒരു ടഫായി തോന്നിയിരുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം പല മോക്ക് ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, മോഡൽ എക്സാമുകളിലൂടെ. എനിക്ക് തോന്നുന്നു 2019 ഇതൊരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് തന്നെ മാറുന്നത്. അതെ. അപ്പോൾ കൃത്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ബെൻ എന്ന് പറയുന്നത്. ബെന്നിൻ്റെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് CBT എക്സാം തന്നെയാണ് നടത്തിയിരുന്നത്. നമ്മുടെ എല്ലാ എക്സാംസും നമുക്ക് അതാത് സ്കൂളുകളിലാണെങ്കിലും കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ച് എല്ലാ എക്സാംസും ഓൺലൈനായിട്ട് തന്നെയാണ്. ഒന്നും അങ്ങനെ അധികം ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഫൈനലൊക്കെ ആയപ്പോൾ എല്ലാ എക്സാംസും നമുക്ക് ഓൺലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു എക്സാം വരുന്ന കാരണം കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മളെ അവിടുന്ന് വന്ന് മുത്തോലി ക്യാമ്പസിൽ തന്നെ ഉള്ള ഫെസിലിറ്റീസിൽ ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതിക്കാൻ ഉള്ള സംവിധാനം ബെർലിൻ്റെ അന്ന് തന്നെ ഒരുക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യത്തിൽ നമുക്ക് ഇനഫ് ആൻഡ് മോർ ട്രെയിനിങ് കിട്ടി തന്നെയാണ് നമ്മൾ എക്സാമിന് പോയത്. അപ്പോൾ അതൊരു ഹേർഡിലായിട്ട് എനിക്ക് തോന്നിയിരുന്നേ ഇല്ല. ഓക്കെ. ഇനി 2 ചോദ്യങ്ങളാണ്. ഇത്രമാത്രം പ്രിപ്പയർ ആയിട്ട് ബെൻ എക്സാം ഹാളിലേക്ക് ചെല്ലുന്നു. അതെ. എക്സാം ഹാളിൻ്റെ തൊട്ട് തലേ ദിവസവും അന്ന് എക്സാം ഹാളിൽ അനുഭവിച്ച റിയാലിറ്റി ഇത് രണ്ടും എന്ന് പറയാം. എങ്ങനെയായിരിക്കണം അന്നത്തെ ഒരു മാനസികാവസ്ഥ? സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് JEE അഡ്വാൻസ്ഡിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. JEE അഡ്വാൻസ്ഡ് നമ്മൾ വിചാരിച്ചതിനേക്കാളും എൻ്റെ ഇയറിൽ പേപ്പർ 1 ഒക്കെ നല്ല ടഫായിരുന്നു. പേപ്പർ 1 നമ്മൾ കോവിഡിൻ്റെ സമയത്തായതുകൊണ്ട് നമ്മൾ കുറേ നാളത്തെ എക്സ്ട്രാ പ്രിപ്പറേഷനും വീട്ടിലിങ്ങനെ ഇരുന്ന് എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടാണ് എക്സാമിന് ചെല്ലുന്നത്. അപ്പം പേപ്പർ ആണെങ്കിൽ അത്യാവശ്യം പേപ്പർ 1 നല്ല ടഫുമായിരുന്നു. പക്ഷേ ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞുകൊണ്ട് എനിക്കത് കുറേയും കൂടി ഡീൽ ചെയ്യാൻ പറ്റി. ഈ പ്രഷറെല്ലാം നമുക്ക് ബ്രില്യൻ്റ് നേരത്തെ എക്സാംസിൽ ഇത് പല തവണ കടന്നു പോയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ആ ഒരു കൂൾനെസ് പോയില്ല. പിന്നെ ഇതിൽ JEE അഡ്വാൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ഒരു ടഫ് പാർട്ട് എന്ന് പറയുന്നത് 3 hours അല്ലെങ്കിൽ 6 hours ടോട്ടൽ നമുക്കാണെങ്കിൽ ആ ഒരു ഫോക്കസ് ഒരു ദിവസം നിലനിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്. അപ്പം നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടിയില്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ബ്രില്യൻ്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്ത എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഇവർ ക്ലാസ്സസ് ഞങ്ങൾക്ക് റെസിഡൻഷ്യലിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ക്ലാസ് നമ്മുടെ ഒരു നോർമൽ സ്കൂളിലെ പോലെ 40 മിനിറ്റോ 50 മിനിറ്റോ അങ്ങനെയല്ല, ഇവർ 2 മണിക്കൂർ 2.5 മണിക്കൂറായിരുന്നു എൻ്റെ സമയത്ത് അവർ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു സാറ് പറയുന്ന കേട്ട് അങ്ങനെ 1 വർഷം 2 വർഷം ഇങ്ങനെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പം നമ്മളൊരു 3 മണിക്കൂർ തന്നെ ആ ഒരു ഫോക്കസ് നിലനിർത്താനും ഇതിൽ ആ ഒരു പെർഫോമൻസ് കിട്ടാനും എനിക്കത് ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നു. അങ്ങനെ പേപ്പർ 1 പേപ്പർ 2 ഹാർഡായിരുന്നെങ്കിലും ആ ഒരു കോൺഫിഡൻസ് പോവാതെ അവസാനം വരെ നിൽക്കാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എക്സാം ഹാളിൽ ഞാൻ നോക്കുമ്പം വേറെ സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലർ പാടായതുകൊണ്ട് ഉറങ്ങുന്നുണ്ട്. JEE അഡ്വാൻസ്ഡ് ഭയങ്കര ടഫായിരുന്നു ഞങ്ങളുടെ പേപ്പർ 2. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പക്ഷെ എന്നാലും നമുക്കിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ JEE റാങ്കൊക്കെ വന്നു. പിന്നീട് NIT കാലിക്കറ്റിലേക്കുള്ള ഒരു പ്രവേശനമാണ് ബെന്നിന്റെ ലൈഫിലെ തന്നെ മാറ്റിമറിച്ചതെന്ന് പറയണം, അല്ലേ? അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു, നമ്മൾ ഇതുവരെ കേട്ടറിഞ്ഞ NIT-കളെ കുറിച്ചാണ്, പക്ഷെ നമ്മൾ അവിടെ പോയി അനുഭവിച്ചറിയാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു NIT കാലിക്കറ്റിലെ ലൈഫ്? അടിപൊളി എന്ന് തന്നെ പറയണം. നമ്മളൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെ പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ആൻഡ് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, ദാറ്റ് ഇസ് ഓൺ അനദർ ലെവൽ. നമുക്കിവിടെ JEE പഠിക്കുമ്പോൾ ഇതാണ്, സാറുമാർ വന്നിട്ട് പറയും കോളേജ് എന്നാൽ അടിപൊളിയാണ്, അടിച്ചു പൊളിക്കാം, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ അടിച്ചു പൊളിക്കാന്ന് പറയും. ദാറ്റ്സ് ഓൾ ട്രൂ. പഠിത്തം അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ ലെവൽ ഫ്രീഡവും എന്ന് വെച്ചാൽ ഒട്ടും ഹെക്ടിക് അല്ല. നമ്മൾ ഈ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരു ഫുൾ ഡേ മൊത്തം ക്ലാസ്സസ് അങ്ങനെയല്ല. നമുക്ക് ചിലപ്പം
ഫോർനൂണിലായിരിക്കും, ചിലപ്പോൾ ആഫ്റ്റർനൂണിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടൈം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഒന്നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. അതിനുള്ള എല്ലാ വക ഓപ്പർച്യൂണിറ്റീസും അതിനുള്ള ക്ലബ്സും എല്ലാ പരിപാടികളും അത്ര അടിപൊളി ഒരു എൻവയറമെൻ്റ് ആണ് ഇതുപോലത്തെ ബിഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ളത്. അതപ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ക്യാരക്ടർ ഗ്രോത്ത് പീക്ക് ലെവലിലോട്ട് എത്തും നമ്മൾ ഈ ഒരു കോളേജ് ലൈഫിൻ്റെ ഈ ഇതുപോലത്തെ നല്ല കോളേജസിൽ പഠിക്കുമ്പോൾ. ഓക്കെ, NIT കാലിക്കറ്റ് എത്രമാത്രമാണ് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ആ പറയുന്ന ആ ഒരു പവറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ NIT കാലിക്കറ്റിൽ ബെന്ന് ചെല്ലുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ നീളുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബെന്നിൻ്റെ ഒരു ഗ്രോത്ത് ബെന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? അതായത് മൊത്തത്തിൽ ക്യാരക്ടറിലുണ്ടായ ഒരു ചേഞ്ച്, അതുപോലെ തന്നെ അക്കാഡമിക്സിലുള്ള മാറ്റങ്ങൾ, അതിൽ തന്നെ നമ്മളൊരു ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇതുപോലെ കോവിഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഒക്കെ ഞങ്ങൾക്ക് കുറേയും കൂടി ഓൺലൈൻ ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ തന്നെ എൻറ്റയർലി ഓൺലൈൻ ആയിരുന്നു. സെക്കൻഡ് ഇയർ ഒരു മിഡിലോട് കൂടിയാണ് നമ്മൾ കോളേജിലേക്ക് പേഴ്സണലി ഫിസിക്കലി ചെല്ലുന്നത്. അപ്പം ഓൺലൈൻ ആയിരുന്ന സമയത്താണെങ്കിലും നമുക്ക് എക്സാംസ് എല്ലാം നെറ്റ്വർക്കിംഗ് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്താണെങ്കിലും നമ്മൾ പേഴ്സണലി കോളേജ് ടോപ്പിക്സ് പഠിക്കാനും ആ ഒരു അക്കാഡമിക്കലി ഗ്രോ ചെയ്യാനും നമ്മൾ മാക്സിമം ശ്രമിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ ക്ലബ്സിൻ്റെ ഭാഗം ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ കോളേജുകളിൽ ഇപ്പം NIT കാലിക്കറ്റ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പല രീതിയിലുള്ള ഔട്ട്റീച്ച് ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കോളേജിൻ്റെ തന്നെ ഇഷ്ടംപടി ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിലൊക്കെ നമ്മൾ ഔട്ട്റീച്ച് അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കുറേ പരിപാടികൾ, പിന്നെ ഇതുപോലെ ഓൺലൈൻ ആണെങ്കിലും ഈ ക്ലബ്ബ് നമ്മളുടെ ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വലിയ ഇവൻറ്റുകൾ നടത്തുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഓൺലൈൻ ആയിരുന്നെങ്കിലും ഫസ്റ്റ് ഇയർ നമ്മുടെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലേക്ക് പോകുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ടൈമിൽ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് വേണ്ടി ആ ഒരു ഒരാഴ്ച കംപ്ലീറ്റ് കുറേ ഇവൻറ്റുകൾ അവർ തന്നെ ഏകദേശം 60 ഇവൻറ്റ് എന്ന് പറഞ്ഞ് 60 ഇവൻറ്റ് ഒരാഴ്ചയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിങ്ങനെ ബ്രാഞ്ച് വൈസ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം ബ്രാഞ്ച് വൈസ് നമ്മളിങ്ങനെ ടീമുകൾ ഫോം ചെയ്യുക, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. അപ്പം നമുക്ക് ആ നമ്മുടെ ബ്രാഞ്ച് ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഓപ്പോസിറ്റ് ബ്രാഞ്ചായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുന്നതുകൊണ്ടും നമുക്ക് ആ ബ്രാഞ്ചിലുള്ള എല്ലാവരുമായിട്ട് ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ബ്രാഞ്ചിലുള്ള എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ആ നെറ്റ്വർക്ക് ബിൽഡിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കതുപോലെ അടിപൊളി ഫണ്ണുമായിരുന്നു. അപ്പം ഒന്നും ഇതുപോലെ സീരിയസ് ഗെയിംസ് അല്ല, എല്ലാം ഇതുപോലെ ഓൺലൈനായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ ഈവൻ ഓൺലൈൻ ആയിട്ട് കൂടി എൻ്റെ കോളേജ് ലൈഫ് ആ ഒരു ഫസ്റ്റ് ഇയറിൽ അടിപൊളിയായിരുന്നു. പിന്നെ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇതുപോലെ നമുക്ക് എന്ത് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടൊരു പാഷനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. മെയ്ഡ് ബി മാർക്കറ്റിംഗ്, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, എന്നിട്ട് ഇത് എങ്ങനെയാണ് ട്രൈ ഔട്ട് ചെയ്തിട്ട് നല്ലതാണ് എനിക്ക് എടുക്കാം, അല്ലേ വേണ്ട. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോളേജിലും ബെസ്റ്റ് ഒരു ടൈം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നിങ്ങൾക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ അതിന് ഉള്ള ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടീമോ അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അവിടെ ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് 1-2 ആൾക്കാർ, നിങ്ങളുടെ സെയിം ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന 1-2 ആൾക്കാരെ കണ്ടുപിടിച്ച് അവരായിട്ടൊരു എക്സ്ട്രാ ടീം ഉണ്ടാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരെ ഇതുപോലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫെസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് കുറേ ലീഡർഷിപ്പ് പൊസിഷൻസ് ഉണ്ട്, നിങ്ങൾ കുറേ സ്റ്റുഡൻസിനെ ലീഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ വലിയ പ്രൊജക്ട്സ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വിഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഫ്രീഡവും ഇതുപോലത്തെ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അതിനർത്ഥം ബെൻ ഇതുപോലെ ഒരു ഇവന്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. അതെ അല്ലേ? ബെൻ ഹാൻഡിൽ ചെയ്ത ഒരു ഇവന്റിന്റെ കാര്യങ്ങൾ പറയാം. സോ ബേസിക്കലി ഞാനിതുപോലെ ഈ ഫെസ്റ്റിൻ്റെ സെക്കൻഡ് ഇയറിൽ നമ്മുടെ മെയിൻ ഫെസ്റ്റിൻ്റെ ഓരോ പല കമ്മിറ്റീസ് ഉണ്ടാവും ഫെസ്റ്റിന്. അപ്പോൾ ആ ഓരോ കമ്മിറ്റീസിൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ കമ്മിറ്റീസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതുപോലെ ഔട്ട്റീച്ചിലാണേലും മാർക്കറ്റിങ്ങിലാണേലും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തേർഡ് ഇയർ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ അവിടുത്തെ ടെക്നിക്കൽ ഫെസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. അപ്പം തേർഡ് ഇയർ അവസാനം നമുക്ക് എലക്ഷൻസ് ഉണ്ട്. അപ്പോൾ എലക്ഷൻസ് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ സ്റ്റുഡൻറ് ബോഡി ഉണ്ട്. അപ്പം ഞാൻ അതുപോലെ ടെക്നിക്കൽ അഫയേഴ്സ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ഞാൻ അന്ന് മത്സരിച്ചിരുന്നത്. അങ്ങനെ മത്സരിച്ച് എലക്റ്റഡ് ആവുകയും ആ ടെക്നിക്കൽ അഫയേഴ്സ് സെക്രട്ടറിയുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് കോളേജിൻ്റെ ടെക്നിക്കൽ ഫെസ്റ്റ് നടത്തുക എന്നുള്ളത്. അപ്പം നമ്മുടെ അവിടുത്തെ കോളേജിലെ ടെക്നിക്കൽ ഫെസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്
ടെക്നിക്കൽ ഫെസ്റ്റ് ആയിരുന്നു. തത്വ എന്നാണ് പേര്. നല്ല ചലഞ്ചിങ് ആണ്. നല്ല ചലഞ്ചിങ് ആണ്. നമുക്ക് ഏകദേശം 25,000 തൊട്ട് 30,000 പേര് വരെ 3 ദിവസത്തിൽ ഫുട്ഫാൾ വരുന്ന ഒരു വലിയ ഇവന്റ് ആണ്. അപ്പം ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളാണ് സ്റ്റുഡൻസ് ആണ് A to Z ഓഫ് ദ ഫെസ്റ്റ്. അതിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഫണ്ട് റൈസിങ് ആയിക്കോട്ടെ, ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് A to Z സ്റ്റുഡൻസ് ആണ് മാനേജ് ചെയ്യുന്നത്. അതിന് വലിയ ടീമുണ്ട് തന്നെ. നമ്മളൊരു 300-400 പേരടങ്ങുന്ന വലിയ ടീമാണ്. നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ടാവും, സബ് ജൂനിയേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പല ഹെഡുകളുണ്ടാവും. നമുക്ക് ഔട്ട്സൈഡ് വെൻഡേഴ്സായിട്ട് കോണ്ടാക്ട് വേണം. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇഷ്ടംപടി ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇഷ്ടംപടി വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്സ് ആണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ ആൾക്കാർ വരുന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു എൻ്റെ ഒരു ഇയറിലായിരുന്നു നമ്മുടെ അവിടെ റോബോവാർസ് എന്ന് പറയുന്നത്, IIT ബോംബെ ആണ് റോബോവാർസ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളും സൗത്ത് ഇന്ത്യയിലും ഒരെണ്ണം നല്ലോണം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ റോബോവാർസ് നടത്തി നല്ലൊരു പ്രൈസ് പൂള് വെച്ച് നമുക്ക് ഈവൻ ഇൻ്റർനാഷണൽ ടീംസ് വരെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് കൾച്ചറൽ ഇവൻറ്റ്സ് ആയിട്ട് ശ്രേയാ ഘോഷലാണ് ഞങ്ങളുടെ അവിടെ അന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പം അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യുക. അതിനെല്ലാം നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ ടീമാണ് ഈ ശ്രേയാ ഘോഷലിൻ്റെ ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നതും അവരെ കൊണ്ടുവരുന്നതും അവർക്കുള്ള സ്റ്റേ മാനേജ് ചെയ്യുന്നതും അവർക്കുള്ള ട്രാവൽ മാനേജ് ചെയ്യുന്നതും എല്ലാം നമ്മളാണ്. അതിൻ്റെ A to Z ഇതിൻ്റെ എല്ലാം ഫണ്ടിങ് റേസ് ചെയ്യുന്നത് ഇതെല്ലാം. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ ഉണ്ട്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് അവൻ അല്ലെ അവൾക്കൊരു എക്സ്പ്ലോർ ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഫെസ്റ്റ് നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഈ ഫെസ്റ്റ് നടത്തുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ഇഷ്ടംപടി ട്രബിൾസ് വരും. ഈ കുറേ സെറ്റ് ബാക്സ് ഉണ്ടാവും. മേ ബി അത് ഫൈനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വെണ്ടർ നമുക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞൊരു കാര്യം ആ സമയത്ത് ഡെലിവറി ചെയ്തില്ലെന്ന് വരാം. അപ്പം അത് കാരണം കുറേ സാധനങ്ങൾ പെൻഡിങ് ആവും. പിന്നെ ടൈമിൽ നടക്കാതിരിക്കുക, ഡിലേസ് വരിക. അപ്പം ഓൺ ദ സ്പോട്ട് നമുക്ക് ആക്ഷൻസ് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുക. ആൾക്കാർ തമ്മിൽ ഇത്രയും വലിയൊരു ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് എന്തെങ്കിലും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവാം. ഇതെല്ലാം കോളേജിൽ നമുക്കപ്പം ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഇവന്റിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ രീതിയിൽ പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം 2 crores എബവ് ആയിരുന്നു നമ്മുടെ ബഡ്ജറ്റ്. അപ്പം എത്രമാത്രം മൂവിങ് പാർട്സ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ അകത്ത് പ്രെറ്റി എവിഡൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ ചലഞ്ചസ് ഇഷ്ടംപടി ഉണ്ടാവും, ഇഷ്ടംപടി ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ആൻഡ് അത് എത്രത്തോളം ചലഞ്ചിങ് ആണെങ്കിലും ആ സമയത്ത് ഇതെല്ലാം ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിരുന്നെങ്കിലും സെറ്റ് ബാക്ക് ആണെങ്കിലും ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് മൈ ലൈഫ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയൊരു ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം നമുക്ക് തരുന്നത് അത് ഭയങ്കര വിജയം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയാലേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണേലും അവരൊക്കെ അപ്പം അത്ര കാലിബറും ഒക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ആ കിട്ടുന്ന പിയേഴ്സൊക്കെ ഇതുപോലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾ ഇത്ര എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടുന്നത് ഇവരെ പോലെയുള്ള നല്ല കാലിബറുള്ള സ്റ്റുഡൻസ് വരുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു പിയർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലുണ്ടായിരുന്ന പിയർ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ NIT കാലിക്കറ്റിലേക്ക് എത്തിയപ്പോഴും അവിടെയും ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് പേര് ഇഷ്ടംപടി ഉണ്ടായിരുന്നു. ഇഷ്ടംപടി. ഇവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും എവിടെയാണ് ഇപ്പോൾ അറിയോ? പലരും ഇപ്പം എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാർ ഇപ്പം റിസർച്ച് അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി IIT മദ്രാസിൽ PhDക്ക് പോയവരുണ്ട്. US പേർഡ്യൂ യൂണിവേഴ്സിറ്റി പോലെ അവിടെയൊക്കെ പോയി റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അതുകൂടാതെ ഇപ്പം IITസും മാനാനത്തൊക്കെ ഉള്ള ഇഷ്ടംപടി ആൾക്കാർ IITs ജോയിൻ ചെയ്തിരുന്നു, NITs ജോയിൻ ചെയ്തവരുണ്ട്. ഇവരെല്ലാവരും ഇപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം പറയുവാണെങ്കിൽ എനിക്ക് സാപ്പിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ലോകത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ദിശ തീരുമാനിക്കുന്ന എല്ലാ കമ്പനീസിലും ഏകദേശം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ വേറെ കമ്പനി സ്വിച്ച് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടണമല്ലോ, ഞങ്ങൾ ഒരു തവണ കൂടുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങുന്നത് എൻ്റെ ആ ഒരു ബ്രില്യൻ്റ് ജേർണിയിൽ നിന്നാണ്. ബ്രില്യൻ്റ് ജേർണിയിൽ നിന്ന് പിന്നെ NIT കാലിക്കറ്റ് വഴി. അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് നമുക്ക് ഓരോ സമയത്തും നമ്മുടെ നെറ്റ്വർക്ക് അത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ എക്സ്പാൻഡ് ആയി പോവുകയാണ്. ഇതിനെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എൻ്റെ ഒരു ബ്രില്യൻ്റ് ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെന്നിൻ്റെ 2 വേർഷൻ ഞങ്ങൾ കണ്ടു. അതായത് ഒന്ന് ആസ് എ ബ്രില്യൻറ്റിയൻ ആയിട്ടുള്ള
ബെൻ, അതിനുശേഷം നമ്മുടെ NIT കാലിക്കറ്റിൽ എത്തിയിട്ടുള്ള ബെൻ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ചേഞ്ച് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ കരിയറിലേക്ക് എത്തുന്നത്. ക്യാമ്പസ് ലൈഫ് ഭയങ്കര മനോഹരമായിട്ട് എൻജോയ് ചെയ്തു, കുറേ കാര്യങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് നല്ല മിടുക്കനായിട്ട് കരിയറിലേക്ക് നീങ്ങിയ ബെൻ. ആ കാര്യങ്ങളൊന്ന് പറയാം. അതായത് നമ്മൾ ഫൈനൽ ഇയറിലെത്തുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിയർ ഗ്രൂപ്പൊക്കെ ഓരോ വഴിയിലേക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ മാത്രമായിട്ട് വേറൊരു മേഖലയിലേക്ക് തിരിയുകയാണ്. അതിൻ്റെ ചൂസിങ്ങും അതിൻ്റെ ഓരോ പ്രോസസ്സും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഞാനിപ്പം കോളേജിലെ ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇതൊക്കെ ഞാൻ അത്ര ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങളെ പറ്റി ഇത്രയും നേരവും പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കരിയറിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് നോർമലി സ്റ്റുഡൻസ് മേക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ ഇവർ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഒരു ടഫായിട്ടുള്ള കരിക്കുലവും ഇത്ര ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമും കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ നല്ലോണം അങ്ങ് എൻജോയ് ചെയ്യും, അപ്പോഴേക്കും അർമാദിക്കും. അപ്പം അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അവിടെ. പക്ഷേ ഇതിൽ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പം കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് CGPA ഡസൻറ്റ് മാറ്റർ എന്നുള്ള. CGPA ആണ് നമ്മുടെ അവിടുത്തെ ഒരു മാർക്കിംഗ് സിസ്റ്റം. അപ്പം അത് ഡസൻറ്റ് മാറ്റർ എന്നുള്ള ഒരു കോമൺ മിത്തുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാം ആണെങ്കിലും നമുക്ക് ഒരു സെമസ്റ്റർ തുടങ്ങിയിട്ട് അവസാനം വരെ നമുക്ക് അർമാദിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഈ എക്സാംസ് വരുന്ന ആ ഒരു വീക്ക്, ആ എക്സാംസ് വരുന്ന മിക്കവാറും 1 വീക്ക് 2 വീക്ക് മാക്സിമം കാണുള്ളൂ. ആ ഒരു 2 വീക്സ് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ഒരു എഫേർട്ട് ഇട്ട് ആ ഒരു എക്സാംസിന് നല്ലൊരു മാർക്ക് മേടിച്ച് പോകേണ്ടതിൻ്റെ അകത്തൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ കാര്യം മാത്രം വിട്ടുപോകരുത്. അപ്പം ഈ CGPA നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം നമ്മൾ ലൈഫ് ലോങ് ഇനി ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു മാർക്ക് പറയുമ്പം ഈ CGPA എന്ന് പറയുന്ന ഒരു ഒറ്റ ഇതായിരിക്കും പറയാം. ഞാനിപ്പം അത് കഴിഞ്ഞ് ഞാൻ കരിയറിൽ വന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സിലായിരുന്നാലും എൻ്റെ കമ്പനി സ്പെസിഫിക്കലി പറയുമായിരുന്നെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ തന്നെ അവർ പ്ലേസ്മെൻറ്റിലോട്ട് നമ്മൾ 4th ഇയറിൽ വരുമ്പം അവർ CGPA കട്ട് ഓഫ് നോക്കാറുണ്ട്. ഇപ്പോൾ ചില കമ്പനീസ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ 8 CGPAക്ക് മേളിലുള്ളവർ മാത്രം ഞങ്ങളുടെ കമ്പനിയുടെ ഇൻ്റർവ്യൂ പ്രോസസ്സിനോ അല്ലെങ്കിൽ ടെസ്റ്റിനോ ഇരുന്നാൽ മതി എന്ന് പറയും. ചില കമ്പനീസിന് ഇപ്പം അവർ ഇൻ്റർവ്യൂ മൊത്തം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ ഫൈനൽ റൗണ്ടിൽ ചിലപ്പോൾ CGPA നോക്കും. ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിൽ ഫൈനൽ റൗണ്ട് വരെ ഏകദേശം എല്ലാ റൗണ്ടും ക്വാളിഫൈ ചെയ്ത് ഏകദേശം 11-12 പേര് വന്നിരുന്നു. പക്ഷെ കമ്പനി ഒരു 6 ഓപ്പണിങ് കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ CGPA വൈസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ആ 11-12 പേരിൽ നിന്ന് 6 പേരെ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ CGPA എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞാലും പിന്നെ അതുകൂടാതെ ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് IIM ബാംഗ്ലൂരൊക്കെ ഇപ്പം പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരാണേലും പറയുന്നത് അവിടെ വരുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കമ്പനി അവിടെയും ഹയർ ചെയ്യാൻ വരുമ്പോൾ പ്രൊഫൈൽ നോക്കും. അപ്പോൾ അവിടെ പറയുന്നൊരിതാണ് 999 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ 10ൽ 90% എബവ് ആണോ, 12ൽ 90% എബവ് ആണോ, അണ്ടർ ഗ്രാഡ് 9+ CGPA ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫൈലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എഡ്ജ് ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പം നിങ്ങൾ കോർപ്പറേറ്റ് അല്ല ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും നിങ്ങൾ ഏതൊരു നല്ല യൂണിവേഴ്സിറ്റി എടുത്താലും അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും CGPA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരും GPA അവിടെ US-ലാണ് GPA എന്നാണ് പറയുക. അപ്പം ആ ഒരു പോയിന്റ് വളരെ നമ്മൾക്ക് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കാര്യവും നമുക്ക് കോളേജിലെല്ലാം ടൈം മാനേജ്മെൻറ്റിൻ്റെ എവറിത്തിങ് കംസ് ഡൗൺ ടു ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് എന്തൊക്കെ പ്രയോറിറ്റീസ് ഞാൻ പറയുന്ന ആ ഒരു എക്സാം ടൈമിലാണെങ്കിലും നമ്മൾ ആ ഒരു എഫർട്ട് ഇട്ടാൽ മതി. കാരണം ആ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ഇഷ്ടംപടി എക്സ്പ്ലോർ ചെയ്യാം. ക്ലാസ്സസ് കയറുമ്പോൾ ജസ്റ്റ് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ടൈം ഡിവോട്ട് ചെയ്യും. ഇപ്പം കോഡിങ് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം കോറാണെങ്കിൽ നമുക്ക് കോർ സബ്ജക്റ്റ് നമ്മളുടെ ആ മെയിൻ എടുക്കുന്ന ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക് സബ്ജക്റ്റാണ് താല്പര്യമെങ്കിൽ ആ കോർ സബ്ജക്റ്റിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ലാബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ നല്ലോണം ഇത് കൂടും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ജോലിയിലേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പം നമ്മുടെ കോർ സബ്ജക്റ്റിൽ നമുക്ക് ജോലി ഓപ്പർച്യൂണിറ്റീസ് കുറവാണെങ്കിലും എനിക്കറിയാം ആൾക്കാരെ അത്ര നല്ല കോളേജിലല്ലെങ്കിൽ കൂടി അവർ ഫ്രീലാൻസ് സെക്കൻഡ് ഇയർ മുതലേ പുറത്ത് എന്തെങ്കിലും ഫ്രീലാൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവർക്ക് ഡിസൈൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പം ഞങ്ങളുടെ ഫെസ്റ്റിൻ്റെ കമ്മിറ്റീസിലൊക്കെ ഡിസൈൻ ടീമിൽ ജോയിൻ ചെയ്ത് അവരത് കഴിഞ്ഞ് ഡിസൈൻ ഇതുപോലെ ഫ്രീലാൻസ് ആസ് എ പാഷൻ ഫോളോ ചെയ്ത് അവർക്കപ്പോൾ കോളേജ് കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഇയർ മുതൽ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോളേജ് തീരുമ്പോഴേക്കും അവർക്കൊരു 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവുകയാണ്. ആ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ച് അവർ ആ 3 ഇയേഴ്സിൽ ചെയ്ത വർക്കും
ആൻഡ് ആ ഒരു പ്രൊജക്ട്സും അവർക്ക് കാണിച്ചുകൊണ്ട് അവർ നല്ല ഡിസൈൻ കമ്പനീസിൽ കയറിയവരുണ്ട്. അപ്പം നമ്മുടെ പാഷൻ എന്താണോ അതിൽ അത്യാവശ്യം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്ന വഴി നമുക്ക് ഈ ഒരു 4 ഇയേഴ്സിൻ്റെ അവസാനം നല്ലൊരു സ്ഥലത്ത് പ്ലേസ്ഡ് ആവാൻ പറ്റും. ഇപ്പം നമുക്ക് ഡെവലപ്മെൻ്റ് ആണ് താല്പര്യമെങ്കിൽ ഇപ്പം എനിക്ക് ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമായതുകൊണ്ട് ഞാൻ ഡെവലപ്മെൻറ്റും ആ ഒരു കോഡിങ്ങും നമ്മൾ ഫോളോ ചെയ്തിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ്ഡ് ആവാൻ പറ്റി. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കോളേജിലാണെങ്കിലും നമ്മുടെ പാഷൻ എന്തും ആയിക്കോട്ടെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്ന സീനിയേഴ്സും കൂടെയുള്ള പിയേഴ്സും ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവരെല്ലാം നമുക്ക് എവിടെ സ്റ്റക്കായാലും ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ ഇവരെല്ലാവരും കാണും. ഇപ്പോൾ കോഡിങ്ങിനാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ CP ഹബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് തന്നെയുണ്ട്, കോഡിങ് പ്രോഗ്രാമിംഗ് ഹബ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. അവർ ആഴ്ചയിൽ അവർ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, കോഡിങ് ചാലഞ്ചസ് ആൻഡ് കോഡിങ് എക്സാംസിൽ ക്യൂസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് ആ ക്ലബ്ബിലെ ആൾക്കാരിരുന്ന് ഓരോ ക്വസ്റ്റ്യനിലും എന്തായിരുന്നു ടഫ് പാർട്ട്, എങ്ങനെയാണ് അവർക്ക് കിട്ടായിരുന്നത്, സീനിയേഴ്സ് വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയറമെൻറ്റ് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ 4 ഇയേഴ്സ് നമുക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും ഉള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും. പിന്നെ നമ്മുടെ ഭാഗത്ത് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിലും ഇഷ്ടംപടി കമ്പനീസ് ഇങ്ങോട്ട് വരും. നമുക്ക് വളരെ ഞാൻ ബാക്കി സ്ഥലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ എക്സാം കൊടുക്കുക, ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തോളും. കമ്പനി നമ്മുടെ ക്യാമ്പസിലോട്ട് വരുവാണ്, എന്നിട്ട് നമ്മൾ ഹയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയറമെൻ്റ് ആണ്. അപ്പം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു ലൈഫ് സെറ്റിലായി, ഓക്കെ, ബിയോണ്ട് ദാറ്റ് നമുക്ക് കിട്ടുന്ന സാലറി, അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ആ ഒരു എക്സ്പോഷർ വളർത്തുന്നത്, അതിൻ്റെ മേഖലകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വ്യക്തമാക്കണം. ഇതുപോലത്തെ നമ്മൾ ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രീമിയർ ടോപ്പ് ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഒരു ലെവല് അല്ലെങ്കിൽ അവർ തരുന്ന പാക്കേജസ്, ഇതെല്ലാം ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പം എൻ്റെ NITs ലെവലാണെങ്കിൽ ഈവൻ ലാക്സ് പെർ ആനം ഏൺ ചെയ്യുന്ന ജോബ്സ് ഉണ്ട്. അതുപോലെ IITസിൽ ചെല്ലുവാണെങ്കിൽ ടോപ്പ് ടയർ IITസിൽ ക്രോർസ് പാക്കേജസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ ഒരു വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്പനീസ് നമ്മളെ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പം അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇതിൽ പിന്നെ നമ്മൾ ഈവൻ ഒരു ടയർ 1 കോളേജസിന് കൊടുക്കുന്ന ഒരു പാക്കേജ് ആയിരിക്കില്ല ടയർ 2 കോളേജിന് ഒരേ കമ്പനി തന്നെ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിലും തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നില്ല വേറൊരു കോളേജസിന് അധികം പോകുന്നത്. അപ്പം ഞാൻ ഈ കമ്പനിയിൽ കാണുന്ന ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ വർക്കും ലൈഫും എനിക്ക് നല്ലോണം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറം ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സ് നല്ല ഇമ്പാക്റ്റ്ഫുള്ളാണ്. നമ്മൾ 1-2 ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട്സിലായിരിക്കില്ലല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ഇത്രയും വലിയ MNCസിൽ. അപ്പം നമ്മുടെ വർക്ക് അത്ര ഇമ്പാക്റ്റ്ഫുള്ളാണ്. അത് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് വേൾഡിനെ എന്നുള്ളത് നമുക്കൊരു ഭയങ്കര. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ വലിയ കമ്പനീസിലാണെങ്കിൽ നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ആ കമ്പനീസിൽ നല്ല ഔട്ട്പുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഔട്ട്പുട്ട് റെക്കഗ്നൈസ് ചെയ്യും ഉറപ്പായിട്ടും. ഔട്ട്പുട്ട് റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ട അധികം റിസോഴ്സസും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളെ പുഷ് ചെയ്യാനും ഒക്കെ ഈ കമ്പനീസും ഇനീഷ്യേറ്റീവ് എടുക്കും. നമ്മുടെ സൈഡിൽ നിന്നുള്ള എന്തൂസിയാസം കാണുമ്പം അവരും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കും. അപ്പോൾ ഇത് പുഷ് ചെയ്യാൻ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഇത് ഭയങ്കര എക്സ്പൊണൻഷ്യലി സഹായിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നതും നമുക്ക് കൂടുതൽ കിട്ടുന്നതും ഇതിനുള്ള ചാൻസസ് കൂട്ടാനും ഇതുപോലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ടോപ്പ് ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടുള്ള അഡ്മിഷൻ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും. അതാണ് ഞാൻ ഫീൽ ചെയ്തത്. എൻ്റെ ഇപ്പോൾ പിയേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിറങ്ങിയോണ്ട് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബെന്ന് പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ബെന്ന് ബ്രില്യൻറ്റിലേക്ക് എത്തിയത് മുതൽ ഇപ്പോൾ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ വരെ, അല്ലെങ്കിൽ ആ ഒരു വിജയം വരെ ബെന്ന് നമ്മളോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വിജയ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. പറഞ്ഞതുപോലെ തന്നെ തെറ്റിയില്ല. എത്രത്തോളം മച്യൂറായിട്ടാണ് ബെന്ന് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അത് ബെന്നിൻ്റെ ലൈഫിൽ വന്ന മാറ്റം, ബെന്ന് കണ്ടുമുട്ടിയ ആളുകൾ, ബെന്ന് ചെന്ന സ്ഥലങ്ങൾ ഒക്കെയാണ് ബെന്നിനെ ഇത്രമാത്രം മാറ്റിയെടുത്തത്.
അപ്പോൾ തീർച്ചയായിട്ടും 2020 ബെർലിനിൽ നിന്ന് പോകുമ്പോഴുള്ള ബെന്നല്ല ഇന്ന് 2025 ബെർലിനിലേക്ക് തിരികെ വന്ന ബെന്ന്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ബെന്നിന് ഇനിയും പറയാനുണ്ട്, പക്ഷെ നമുക്കൊരു സമയദൈർഘ്യമുണ്ട്. കാരണം എക്സ്പീരിയൻസ് ചെയ്തത് അത്ര മാത്രമാണ് ലൈഫിൽ. അപ്പോൾ എക്സ്പീരിയൻസ് മേക്സ് മാൻ ആസ് പെർഫെക്റ്റ് എന്നാണല്ലോ. അതെ, പക്ഷെ ഇതിന്റെ എല്ലാം തുടക്കം ഈ ഒരു ബ്രില്യൻ ജേർണിന്ന് തന്നെയാണ്. 2020 ആ ഒരു ജേർണിയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ അതിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് എൻ്റെ ലൈഫിൽ ബ്രില്യൻ്റെ ഒരു ഇത് നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒക്കെ ഇപ്പോൾ ഒരുപാട് ചിന്തകളും ഭയവും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ബെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല, അർമാദമായിരിക്കും എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രമാത്രം വലിയൊരു ക്യാമ്പസ് ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനുശേഷം വലിയൊരു കരിയറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ ചിന്ത മതി ജെ അഡ്വാൻസ്ഡും ജെ മെയിൻസിലും ഒക്കെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ബെന്നിനെ പോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഈ ലൈഫിൽ വന്നൊരു ചേഞ്ചും ഇപ്പം കരിയറിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളും ഒക്കെ ബെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും 2026 ജെ മെയിൻസും ജെ അഡ്വാൻസിനും ഒക്കെ എഴുതാൻ പോകുന്നവരോട് ബെന്നിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും. എന്താണേലും ആ സമയത്ത് എത്തുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാവും എക്സാം, എങ്ങനെ പോകും, ഇതൊന്നും വിചാരിക്കണ്ട. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. സോ ദാറ്റ് എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ്സ് ഉണ്ടാവരുത്. അത് മാത്രം വിചാരിച്ച നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് ഇടുന്നു. വിത്ത് നോ റിഗ്രറ്റ്സ് വി വാക്ക്. കിട്ടുന്നത് നല്ലത് തന്നെയായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.